ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ടക്കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കുറുമയാണിത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇത് ചപ്പാത്തി, പെറോട്ട, പുട്ട്, അപ്പം എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കുറുമയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വരൂ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വറ്റൽമുളക്, 1 പച്ചമുളക്, 2 ഏലക്ക, പിന്നെ 3 ഗ്രാമ്പു, ഒരു ശകലം ഒരു 1 ഇഞ്ച് വലിപ്പത്തിലുള്ള കറുവപ്പട്ട, പിന്നെ അര ഭാഗം തക്കോലം കേട്ടോ. എന്നിട്ട് ഒരു വലിയ ടൊമാറ്റോയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 മീഡിയം സൈസ് സവാള ഒന്ന് സ്ലൈസായി അരിഞ്ഞതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പല രീതിയിലും അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പൊട്ടാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലിട്ട് വെള്ളം വെച്ചിട്ട് ഒരു 3-4 വിസിൽ കേക്ക് ഒന്ന് വേവിച്ചിട്ട് അതങ്ങ് മാറ്റി വയ്ക്കുക. ഇതിനിടയ്ക്ക് നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, പച്ചമുളക്, ബാക്കിയുള്ള സ്പൈസസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഒരു 7-8 കുരുമുളകാണേ, മുഴുവൻ കുരുമുളക്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോ ഒന്ന് അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണമേ. അപ്പോൾ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു. ഇത്ര മതി. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇത് ഒന്ന് വഴറ്റി സോഫ്റ്റായി എടുക്കണം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കൂടെ വഴന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് വഴന്ന് വന്നൊന്ന് സോഫ്റ്റ് ആവട്ടെ. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറക്കാം. അപ്പോൾ ഇതാ നോക്കിയേ, സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ചൂടാറി കിട്ടണം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് വഴന്ന സവാള ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ചൂടൊക്കെ ആറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്താൽ അടപ്പ് ഊരി തെറിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ചൂടോടെ മിക്സിയിലിട്ട് അടിച്ചുകൂടാത്തത്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വഴന്നു വന്ന സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൊത്തം ഞാൻ സവാളയൊക്കെ മിക്സിയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് സാദാ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഫൈനായിട്ടങ്ങ് അരയേണ്ട ആവശ്യമില്ല. ചെറിയ ആ സവാളയുടെ തരിതരിപ്പൊക്കെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതേ പാൻ തന്നെ കഴുകി വീണ്ടും ഞാൻ അടുപ്പിൽ വെച്ചു. നന്നായിട്ട് ചൂടായപ്പോൾ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണേ. ഇഞ്ചി വെളുത്തുള്ളി മുഴുവനായിട്ട് നമുക്ക് വേണമെങ്കിൽ നേരത്തെ സവാളയൊക്കെ വഴറ്റിയില്ലേ, അപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ചതച്ചതുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോഴാണ് അതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരട്ടെ.
ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ തീയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ സവാളയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് ആ ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാ അടപ്പ് തുറന്നു. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തേ. എരിവിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു. ഇനി വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കാം. 1 മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ പുഴുങ്ങി വെച്ചില്ലേ, അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനാണേ, നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിളക്കാം. അപ്പോൾ നന്നായിട്ട് കറി നന്നായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുകയാണ്. കറി നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ സമയം 6 കോഴിമുട്ട ഞാൻ ഒന്ന് ഇത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അരപ്പൊന്ന് ആക്കി ഒന്ന് കൊടുക്കുക. അപ്പോൾ ആ വരഞ്ഞ ഇതിലൊക്കെ നന്നായിട്ട് നല്ല ഗ്രേവിയൊക്കെ എരിവും പുളിയും ഉപ്പുമൊക്കെ നന്നായിട്ട് പിടിച്ച് വരുവേ. എന്നിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടി നമുക്ക് അടച്ച് വയ്ക്കണം. ഇപ്പോൾ ഇതാ നോക്കിയേ, 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പിടി തേങ്ങയിൽ ഞാനൊരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഞെരടിയിട്ട് അതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുത്തേ. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് തയ്യാറാക്കിയ ഒരു മുട്ടക്കുറുമയാണിത്. അടിപൊളിയാണ് കേട്ടോ. ഏത് പലഹാരത്തിനുടെയും ബെസ്റ്റ് കോംബോ ആണ്. പാലപ്പം, ചപ്പാത്തി, പെറോട്ട, പുട്ട് എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കുറുമയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ചെറിയ ചൂടോട് കൂടി തന്നെ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവേ. അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കുറുമ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്രീമി ടെസ്റ്റെല്ലാം ഇരിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവസാനമായിട്ട് ഞാൻ ഗാർണിഷിനായിട്ട് കുറച്ച് മല്ലിയിലയും തേങ്ങാപ്പാലും കൂടി കുറച്ച് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് തേങ്ങാപ്പാലിന് പകരം നമുക്ക് മിൽക്ക് ക്രീമും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. മിൽക്ക് ക്രീമാണ് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റി ആയിരിക്കും. എൻ്റെ കയ്യിൽ മിൽക്ക് ക്രീം ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.